ഹലോ ഡിയർ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 8th ചാപ്റ്റർ സർക്കിൾ മെഷേഴ്സ് ആണ് അല്ലേ. സർക്കിൾ എല്ലാവർക്കും അറിയാം, അതായത് വൃത്തങ്ങളുടെ അളവുകൾ. അതാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഷേപ്സൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ട്രയാങ്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഇതൊക്കെ നമ്മൾ ത്രികോണങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. അതിലൊക്കെ നമ്മൾ അതിൻ്റെ സൈഡുകൾ നോക്കിയിട്ടാണ് അതിൻ്റെ സൈഡ് പറയുന്നത് അല്ലേ. അതിനൊക്കെ സൈഡുകളുണ്ട്, പക്ഷെ നമ്മുടെ സർക്കിളിന് എന്തില്ല, സൈഡില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സൈഡുകൾ വെച്ചിട്ട് അതിൻ്റെ ചുറ്റളവ് നമുക്കറിയാം, പരപ്പളവ് കാണാനും നമുക്കറിയാം അല്ലേ. പെരിമീറ്റർ ആൻഡ് ഏരിയ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, സർക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റളവും പരപ്പളവും അല്ലേ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറച്ച് ആൾക്കാരെ കാണേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതായത് സർക്കിളിൽ സൈഡുകളില്ല എന്ന് പറഞ്ഞു, പക്ഷെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന് നമ്മുടെ സെൻറ്റർ OA. OA എന്ന് പറയുന്നത് നമ്മുടെ ആരമാണ്, അതായത് നമ്മുടെ റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഈ ഒരു OA എന്ന് പറയുന്നത്. ഓക്കെ, ഈ OA എന്നുള്ള ഈ റേഡിയസിനെ പോലെ നമുക്ക് സെൻറ്ററിൽ നിന്ന് ഈ ഒരു സർക്കിളിലേക്ക് ഒരുപാട് റേഡിയസ് നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ, ഒരുപാടെണ്ണം വരയ്ക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു റേഡിയസിനെ ഞാൻ R എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഒരു OC എന്ന റേഡിയസും OB എന്ന റേഡിയസും, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് റേഡിയസുകൾ വരച്ചപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈന് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ സെൻറ്റർ ഓയിലൂടെ കടന്നു പോകുന്ന ഒരു രണ്ട് റേഡിയസുകൾ അല്ലേ, ഒരുമിച്ച് വെച്ചപ്പോൾ അത് സെൻറ്ററിലൂടെ പോകുന്നൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുക. അതായത് രണ്ട് റേഡിയസുകൾ ചേർന്നത്, അതായത് റേഡിയസിൻ്റെ ഡബിളാണ് ഈ ഒരു ഡയമീറ്റർ വരിക. അതിനെ ഞാൻ D എന്ന് കൊടുത്തിട്ടുണ്ട്, വ്യാസം എന്ന് പറയും അല്ലേ. അതായത് ഈ ഒരു ഡയമീറ്ററിൻ്റെ ഹാഫാണ് നമ്മുടെ OA റേഡിയസ്. ഓക്കെ, അതിൻ്റെ റിലേഷൻ മനസ്സിലായി അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഡയമീറ്റർ, ഓരോ സർക്കിളും ഡിഫറെൻറ്റ് സൈസായിരിക്കും നമുക്കറിയാം അല്ലേ. അപ്പോൾ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യും, ഡയമീറ്റർ ഇൻക്രീസ് ചെയ്താൽ നമുക്കറിയാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടും ആ റേഡിയസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ സെൻറ്റർ എങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഡയമീറ്റർ ഇവിടെ ഇൻക്രീസ് ചെയ്ത് വന്നു, അതേപോലെ തന്നെ ഈ ഒരു റേഡിയസും ഇൻക്രീസ് ചെയ്തില്ലേ. യെസ്, അതേപോലെ തന്നെ ഈ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ചുറ്റളവ് അല്ലേ, പെരിമീറ്ററും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ കേസ് നമ്മൾ പെരിമീറ്റർ എന്നല്ല നമ്മൾ പറയുന്നത്, അതിന് സർക്കംഫറൻസ് എന്നാണ് പറയുക. ഓക്കെ, സർക്കംഫറൻസ് ഇംഗ്ലീഷിൽ കേട്ടോ, മലയാളത്തിൽ നമ്മുടെ ചുറ്റളവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സർക്കംഫറൻസ് ഒരു റേഷ്യോയിലാണ് അത് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, സർക്കംഫറൻസ് അതായത് C എന്ന് കൊടുക്കുന്നുണ്ട്, ചുറ്റളവാണ്. ഓക്കെ, അതായത് ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, അതായത് അവിടെ എന്താണ് 2 ടൈംസ് ആണ് ഇൻക്രീസ്, ഡബിളായിട്ട് വന്നിട്ടുള്ളത് അല്ലേ. 4 × 2 8. അങ്ങനെയാണെങ്കിൽ ആ 4 നമ്മൾ 8 ആയിട്ട് ഡബിളാവുന്ന ഒരു ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 × 8 2 ആണ് നമ്മുടെ, അതായത് ഡബിളായിട്ടാണ് ഡയമീറ്റർ മാറിയതെങ്കിൽ നമ്മുടെ സർക്കംഫറൻസും അവിടെ ഡബിളാവും. ഓക്കെ, അതായത് 8 × 2 16. ക്ലിയർ? ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പീസ് ഓഫ് വയർ ഈസ് ബെൻഡ് ഇൻ ടു എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 4 സെൻറ്റിമീറ്റേഴ്സ്. ഇഫ് എ വയർ ഓഫ് ഹാഫ് ദ ലെങ്ത് ഈസ് ബെൻഡ് ഇൻ ടു എ സർക്കിൾ, വാട്ട് വുഡ് ബി ഇറ്റ്സ് ഡയമീറ്റർ? മലയാളത്തിൽ പറയാം. അതായത് ഒരു പീസ് വയർ,
ആ ഒരു പീസിനെ നമ്മൾ ബെൻഡ് ചെയ്തിട്ട്, അതായത് അതിനെ വളച്ചിട്ട് ഒരു സർക്കിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഡയമീറ്റർ 4 ആണ്. ഓക്കെ, ഇനി അതിനെ ഒന്നും കൂടെ നിർത്തിയിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട്, ആ വയറിൻ്റെ പകുതി എടുത്തിട്ട് അതിനെ ബെൻഡ് ചെയ്ത് ഒരു ചെറിയ സർക്കിൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായി അതിൻ്റെ ബെൻഡ് ചെയ്ത്, അതായത് വളച്ചിട്ട് സർക്കിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവാണ് അവിടെ പറയണത് അല്ലേ. ഓക്കെ, അപ്പോൾ ചുറ്റളവിൻ്റെ അടുത്ത കേസിൽ എന്താ പറഞ്ഞത്, ചുറ്റളവ് അതിന് പകുതിയാക്കി അല്ലേ, വയറിൻ്റെ പകുതി എടുത്തിട്ട് സർക്കിൾ ഉണ്ടാക്കി. അപ്പോൾ ചുറ്റളവ് പകുതി ആക്കുമ്പോൾ ആ ഡയമീറ്റർ, അതായത് വ്യാസം എന്താവും, ഓൾറെഡി അതും പകുതിയാവും അല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ വ്യാസം എന്തായിരിക്കും, ഡയമീറ്റർ 4ൻ്റെ പകുതിയാവും അല്ലേ, 2 ആവും. ക്ലിയർ ആയോ? യെസ്. ഓക്കെ.